എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Eight of Swords, Queen of Wands, Hierophant, Ten of Swords, Page of Wands, Empress, Seven of Wands. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തന്നെ ചിന്തിച്ച് കൂട്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഷനാണ്. ആക്ച്വലി ഇതൊരു മറ്റുള്ളവരുണ്ടാക്കുന്ന ഒരു പ്രോബ്ലം അല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. മറ്റുള്ള ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു ഇതുണ്ട്. സ്വന്തമായി കെട്ടിയ ഒരവസ്ഥ, കെട്ടപ്പെട്ട ഒരവസ്ഥ. ചില ആളുകൾക്ക് ഇത് വേറെ ആരെങ്കിലും ഒരു എന്തെങ്കിലും ബാരിയേഴ്സ് വെച്ചിട്ട് നിങ്ങളെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ആവാം. ചില ആളുകൾക്ക് മാത്രം. കൂടുതൽ ആളുകൾക്കും സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പണ്ട് നടന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പണ്ട് അവരെന്നോട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ നിങ്ങൾ മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. എല്ലാവരിൽ നിന്നൊന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന, എനിക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഒരു സ്ട്രക്നെസ് മറ്റുള്ള ആളുകളുടെ സ്വാധീനം കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടാവാം. എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു അങ്ങനത്തെ ഒരു എനർജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ സ്ട്രക്കായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു എനർജി പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു 9 ഓഫ് സോഡ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറേ പെയിൻ നിങ്ങൾ അനുഭവിച്ചു തീർന്ന പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. അതായത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കൂടി കടന്നു പോയിട്ട് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ കൂടി കടന്നു പോയിട്ട് അതിൽ നിന്നും ഒരു പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളെ പിന്നിൽ നിന്ന് ആരോ കുത്തിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ബാക്കിൽ 9 വാള് കുത്തിയിറക്കിയേക്കണതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ
നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് എൻഡായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം അവസാനിപ്പിക്കണം എന്നുണ്ടായിരുന്നിരിക്കാം. അത് നിങ്ങൾ എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂസ്ഡിൽ ഇരുന്ന ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇന്ന് ആ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് പുതിയ കാര്യങ്ങൾ തേടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെ ഇതുപോലെ പിറകിൽ നിന്ന് കുത്തിയോ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ നിങ്ങളെ ഇതുപോലെ തഴയപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അത് കഴിഞ്ഞു പോയി. അത് ഒരു പാസ്റ്റായിട്ട് കാണുക, അത് നമ്മുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അതിൽ നിന്നുണ്ടായ നല്ല നല്ല വശങ്ങൾ നമുക്ക് ലൈഫിൽ ഒരു പാഠമായിട്ട് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ കാര്യം, ലൈഫിലെ ഏറ്റവും വലിയ സംഭവം അതാണെന്നുള്ള ചിന്ത നിങ്ങളെ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാം. നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങൾ നമുക്ക് വരും ലൈഫിൽ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, നമ്മളൊരു കർമ്മ കഴിഞ്ഞു പോയതായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ പഠിക്കുക. നമുക്ക് എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായാലും, പ്രത്യേകിച്ച് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ലെസൺ നമുക്ക് കിട്ടും. അത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് ആ ലെസൺ മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. ഇനി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പാഠം നമ്മളത് പഠിച്ചിട്ട് പോരുക. അപ്പോൾ ആ ബാഡ് സിറ്റുവേഷനൊക്കെ എൻഡായി പുതിയൊരു ലൈഫ് പാത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പല ആളുകളും അത് സ്പിരിച്വലി കുറച്ചും കൂടി അടുക്കാനായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. കഴിഞ്ഞ ദിവസവും നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേതൃത്വം കൊടുത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തപ്പെടാനും ആളുകളെ നയിച്ച് കൊണ്ട് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഇതൊരു ഫീമെയിൽ ഒരു എനർജി, വളരെ അധികം ഏഞ്ചൽ, ദേവി അങ്ങനെയുള്ള സങ്കല്പങ്ങളുടെ ഒരു എനർജി വളരെ അധികം നിങ്ങളിലേക്ക് വരുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലും അതിന് ഈ ഏഞ്ചലിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളിൽ ഉണ്ടാവുന്ന ആ എനർജി, അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ്, ഇൻറ്റ്യൂഷൻസ്, അതിനെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നുണ്ട്, ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നു. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ആ കാര്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെയും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. എന്ത് കാര്യം ഇന്നത്തെ ദിവസം ചെയ്താലും അത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് പറ്റുന്നത്. എന്ത് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും സക്സസ്സിലേക്ക് എത്തിക്കും. അതുപോലെ നിങ്ങൾ ഇപ്പം ഈ ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താഗ്രഹം നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നടത്താനായിട്ട്, ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം കൂടുതലായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അതിനെക്കുറിച്ച് പഠിക്കാനും അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനും പ്രവൃത്തിപഥത്തിലെത്തിക്കാനും പല അവസരങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാനും റെഡിയായിട്ട്, അതായത് കഠിനാധ്വാനം ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ വളരെയധികം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങൾ സക്സസ്സിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് പുതിയൊരു ജോബ് ഓപ്പണിങ് അങ്ങനെയൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പുതിയ ഓഫറുകളും
കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ പുതിയൊരു പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ മാസത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടുള്ളൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മാസം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. കൂടുതലും ക്രിയേറ്റീവ് എനർജിയാണ് ഇന്നത്തെ ദിവസം മുന്നിട്ട് നിൽക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെങ്കിലും നിങ്ങൾക്ക് വളരെയധികം എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. ഹീറോഫൻറ്റിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നെല്ലാം വളരെ സ്ട്രക്ചറലായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായി പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു മെൻറ്ററെ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു ഗുരുവിനെയോ മെൻറ്ററെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ വളരെ കാലമായിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ആരുടെയെങ്കിലും അങ്ങനെ ചോദിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. മുന്നോട്ടുള്ള പോക്കിന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കാം ഒരു മെൻറ്റർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇന്നത്തെ ദിവസം താല്പര്യം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ട്രഡീഷനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പല ആൾക്കാർക്കും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് അറിവുണ്ടാവില്ല. അതിനെക്കുറിച്ചൊക്കെ പുതിയതായിട്ടൊരു അറിവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മെൻറ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു അറിവ് കിട്ടുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ട്. പല ആളുകൾക്കും നിങ്ങളുടെ അതുപോലെ ഗുരുകാരണവന്മാരുടെ ഒരു അനുഗ്രഹം ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്നുണ്ട്. നമ്മളുടെ ഇൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഗ്രഹമൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. എംബറസിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് ഇന്ന് ആ ഒരു എനർജിയിൽ ഇരിക്കാനും പറ്റുന്നുണ്ട്. ഒരു രാജ്ഞിയുടെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ത് കാര്യം നേടണമെന്ന് വെച്ചാലും നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. സമ്പൽ സമൃദ്ധി ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഇന്ന് മേടിക്കാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സോ ഓർണമെൻറ്റ്സോ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. സമ്പൽ സമൃദ്ധിയാണ് ഇന്ന് വരുന്നത്. എല്ലാ കാര്യങ്ങളും സമൃദ്ധിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ എൻവയറമെൻറ്റും അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു ദിവസം ആയിരിക്കാം. ചില ആളുകൾ കുട്ടികളുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ ഫാമിലിയിലോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ ഒക്കെ അങ്ങനത്തെ ഒരു നല്ലൊരു ന്യൂസ് കിട്ടുന്ന ഒരു ദിവസം കൂടി ആയിരിക്കാം ഇന്ന്. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നടപ്പിലാക്കുന്നത്. എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് കാര്യങ്ങൾ അതിന് തടസ്സം നിൽക്കാൻ വന്നാലും അതിനെതിരെ നിന്നാലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങളിന്ന് മൈൻഡിലേക്ക് എടുക്കുന്നില്ല.
എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വഴി തന്നെ നിങ്ങൾ പോകാൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാണ്. കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ എനർജിയും നിങ്ങൾക്കുണ്ട്. എല്ലാ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്ന ആ കാര്യത്തിൽ തന്നെ ഊന്നൽ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പല ആളുകളും ചിലപ്പോൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ മുഖവിലക്ക് എടുക്കുന്നില്ല. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്ത് വെല്ലുവിളികൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു എനർജി നിങ്ങളിലുണ്ട്. ആ എനർജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾ വളരെയധികം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് വേണമെന്ന് വെച്ച് നിങ്ങൾക്ക് തീരുമാനിച്ച് അതിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. മറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രവൃത്തിയിലും നിങ്ങൾ ഇൻവോൾവ് ആവുന്നില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അതാണ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ദിവസം റീഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സും കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.